ദുബായ് എന്ന് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തുനിന്നും എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഏതായാലും നമുക്ക് പോയി നോക്കാം. പൈസ പോയി വാങ്ങിപ്പെട്ട്. ഹാപ്പി റിപ്പബ്ലിക് ഡേ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് റോഡിലൊക്കെ. ഇതാണെങ്കിൽ 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് പോയി അവിടെ എത്തിയാലും അവിടെ ഒന്ന് തിരക്കുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അറിയാം. വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുവിധം എന്തായാലും തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമേ ഒരു സ്ട്രോളറിൽ കയറ്റിയിരുത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്രയും തിരക്കുണ്ടാകാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ടുകൂടി ആയിരിക്കും. പിന്നെ നല്ല തണുപ്പല്ലേ, ആൾക്കാർക്കൊക്കെ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ടൈമല്ലേ. പാർക്കിംഗ് വേണ്ടിയവർക്ക് അവിടെ പാർക്കിംഗ് ഉണ്ട്. ഇനി ഡ്രോപ്പ് ഓഫ് ചെയ്ത് പോകാനാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വരെ പോവുകയും ചെയ്യാം. ഏറ്റവും വലിയ ഫ്രീ പാർക്കിംഗ് ഉള്ളത് എന്തിനാ, പെയ്ഡ് പാർക്കിംഗ്. പിന്നെ നല്ല തണുപ്പല്ലേ, എല്ലാം നടക്കാലോ. എൻ്റെ കയ്യിലൊരു പുതിയ ടെസ്ല ഉണ്ടാവും കേട്ടോ. ആദ്യമേ ടെസ്ല ഇടാം കാണിച്ചിട്ട് പിന്നെ കാണാം അല്ലേ. പക്ഷെ നമ്മൾ ചൂടുള്ള സമയത്ത് വന്നുകൊണ്ട് അത്ര വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ അത് എൻട്രി ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ ഒരു ഏരിയ ടിക്കറ്റ് എടുക്കണം ആദ്യം പോയിട്ട്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ 25 ദിർഹംസാണ് അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത്. അപ്പം സൺഡേയും ബാക്കി ഡേയ്സിലൊക്കെ 25ഉം പിന്നെ ഹോളിഡേ ഒക്കെ പിന്നെ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ 30. പുള്ളി ഇവിടെ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് നമുക്ക് കയറില്ലെന്നാ ആനം ലെറ്റ്സ് ഗോ. എന്നാണ് കയറുക. ബാഗേജ് ഒക്കെ സ്കാൻ ചെയ്തിട്ടേ കയറാൻ പറ്റും. നമ്മളെ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിടുന്ന് ശരിക്കും എയർപോർട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ചെക്ക് ചെയ്യും. ഇതൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കയറി പോരുകയും ചെയ്യാം. എന്താ അറിയില്ല, ഒരു തണുപ്പ് കാറ്റുടി അടിച്ച് അപ്പം വാഷ്റൂം പോകണം. അപ്പം ഇതാണ് വാഷ്റൂം. പോയി ഒക്കെ ഇത് നമ്മൾ കയറാൻ പോണ കുറേ ഇന്ത്യക്കാരുടേതായ ഡ്രസ്സുകൾ, എന്താ പറയുക അങ്ങനത്തെ സുവനീർ ഐറ്റംസ്, ജ്വല്ലറി ഐറ്റംസ് അതൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. അനീപുരിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫുഡ് ഐറ്റംസ്, അതേപോലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫുള്ള്. ഇന്ത്യൻ്റെ ഐറ്റംസ് ആണെങ്കിലും എനിക്ക് കണ്ടു തോന്നുന്നു ഒക്കെ ചൈനയിൽ നിന്നുണ്ടോന്നാണ് അല്ലേ. ഇന്ത്യൻ്റെ സാധനങ്ങൾ പോലത്തെ സാധനങ്ങൾ ഇന്ത്യക്കാരിടുന്നൊക്കെ ടൈപ്പ് സാധനങ്ങൾ പക്ഷെ ഒക്കെ ചൈനീസ് എന്നാന്നാ തോന്നുന്നത്. നോർത്ത് സൈഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ. ഏതായാലും ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് ഓർണമെന്റ്സ് ആണ് കേട്ടോ. ഗോൾഡ് ഒന്നല്ല, ഫാൻസി ഓർണമെന്റ്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ പെർഫ്യൂമും കാര്യങ്ങളും. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അയാൾ നമ്മൾ മുന്നേക്ക് പോയി നോക്കി കാണാം. ഫുള്ള് റിപ്പബ്ലിക് ഡേൻ്റെ പരിപാടികളാണ്. റാലിയൊക്കെ നടക്കാൻ പോകേണ്ടി തോന്നുന്നു. റാലി തുടങ്ങാൻ പോകാൻ തോന്നുന്നു. ഏതായാലും അതാ ഇവിടെ ഫുൾ പരിപാടികളാണ്. റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങൾ. മോദിജിനെ പോലെ തന്നെയുള്ള ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. കുടുംബക്കാരനായിട്ടാന്ന് തോന്നുന്നു. കുറേ ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും പരിപാടികൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. നമുക്ക് ഏതായാലും സൈഡിലേക്ക് പോവാം. ഇന്ത്യൻ്റെ കഴിഞ്ഞ് അവിടെ പരിപാടി കഴിയാത്തതും കൊണ്ട് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് ഇറങ്ങി. ഇന്ത്യൻ്റെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ ഇതാ ഇന്ത്യൻ ചാട്ട് ബസാർ. ഫുള്ള് ചാട്ട് ഐറ്റംസ്, അങ്ങനത്തെ എന്താ പറയുക ചന, പാവ് ഭാജി, അത് ഇതൊക്കെയാണ്. നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഇവിടെ അല്ലേ. റേറ്റിനൊന്നും ഒരു കുറവില്ല. അതെ, ഇവിടെ ചിലപ്പം കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. ഉള്ളിൽ കയറിയാലും കൂടാൻ മതി. ഏതായാലും ബാക്കിയുള്ളതിലൊക്കെ ഒന്ന് പോയി നോക്കാം. നല്ല തിരക്കാണ് കണ്ടില്ലേ. ഇന്ത്യൻ്റെ നോക്കി വലിയൊരു സംഭവം തന്നെയാണ്. ഇതിലിനിയിപ്പോൾ റാലി വരാൻ മതി. ഞാൻ വെയിറ്റ് ചെയ്തു, പക്ഷേ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. സൗണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. പോയി നോക്കിയതല്ലേ, സൗണ്ട് കേൾപ്പിച്ചു തരാം. ഹാപ്പി റിപ്പബ്ലിക് ഡേ. നമ്മൾ പോകുന്ന ഇറാൻ, അവിഞ്ഞ ഖോഫി സലാമതി. പോയി നോക്കിയതായാലും തന്നെ ദോസ്താൻ കബാബ്. ഇറാനികൾ പിന്നെ കബാബിന്റെ മെയിൻ ആൾക്കാരല്ലേ. ആ ഒരു സംഭവമാണ് വരുന്നത് തന്നെ. ദുബായ് ചോക്ലേറ്റ്, സ്വീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഇറാനിയൻ ഐറ്റം, ഇറാനിയൻ ഫലൂദ ഉണ്ട്. ഏതായാലും നമുക്കൊന്ന് വാങ്ങി വെക്കാം. ഇത് നോർമല്, ഇത് സാഫ്രോണ്, പിന്നെ അത് ഐസ്ക്രീം ആയിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ നോർമലും സാഫ്രോണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത്. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് സാധനം വരുന്നത്. റോസ് വാട്ടർ, യെല്ലോ, അക്സ് വാട്ടർ എല്ലാ സംഭവവും മിക്സ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദിസ്? ലെമൺ ആണോ?
It will be okay? Or? Lemon എല്ലാത്തിനും ഏതായാലും ഓക്കെ പറഞ്ഞത്. Okay. A spoon. You want? Sure. That's one. Of course. Yeah. You tell you want. Thank you. കഴിച്ചു നോക്കാം. ഫുള്ള് കണ്ടിട്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടാണ് തോന്നുന്നത്. കഴിച്ചു നോക്കുക ഏതായാലും. ആദ്യം സാഫ്രോൺ എടുത്തു. കുഴപ്പമില്ല. എന്താ പറയുക, നമ്മളെ സേമിയം നാണം കഴിച്ചു നോക്ക്. സേമിയത്തിൽ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ആക്കിയിട്ട പോലെ എനിക്ക് തോന്നുന്നത്. മസ്റ്ററി ആണോ എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കഴിച്ചില്ല ഈ സംഭവം, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ വലുതല്ല, ഇത് അവരെ വലുതാണ്. ഞാൻ ഐസ്ക്രീം ഇടണ്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഐസ്ക്രീം ഇട്ടാൽ പിന്നെ നമ്മുടെ വലുതേക്ക് മാറും. അവരെ വലുത് കഴിക്കാനാണല്ലോ നമ്മൾ വന്നത്, വലുത് കഴിക്കണല്ലോ. ഇനി കഴിച്ചു നോക്കുന്നുണ്ട്. അനവ് കഴിച്ചോ? അനവ് എങ്ങനെയുണ്ട് ഐസ്ക്രീം? സൂപ്പർ. ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട്. നിനക്കെന്താ തോന്നുന്നത്? പറയ്. നമ്മളെ വലുത് എങ്ങനെയല്ലല്ലോ അല്ലേ, വേറൊരു ടൈപ്പ് വലുതല്ലേ. സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ഇഷ്ടപ്പെടാത്ത ആദമിന് ഇത് ഇഷ്ടമായി. എങ്ങനെയാണെന്ന് അറിയില്ല. അതെ അതെ, ആദമിന് ഇഷ്ടമായോ? ചെറിയ താൽക്കാലിക സെറ്റപ്പ് ആണെങ്കിലും ഉഷാറാണ്. കാണുന്ന ഏതാ? ചൈന അല്ലേ ഇത്? ചൈനൻ്റെ അവസ്ഥ ഒക്കെ ശരിക്കും ഒരു ചൈന തന്നെ. അതെ, അതിനുള്ളതാണല്ലോ, അതിനാണല്ലോ ചൈന എന്ന് പറയുന്നത്. ഒരു ചൈനീസ് സ്ട്രക്ചർ തന്നെ അവിടെ ഉള്ളത്. ഇതിൻ്റെ അത്യാവശ്യം നമ്മൾ ചൈനീസിലേ സംസാരിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് നമ്മൾ ഇനി പറയാം താനും ചൈനീസ് പറയും. ചൈനയിൽ നമുക്ക് ഈ ഒരു തിരക്ക് പ്രതീക്ഷിക്കാമല്ലോ. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നേക്കിന് കിട്ടാനുണ്ടാവും എന്നെല്ലാവരും വിചാരിച്ചിട്ട് ഓടിക്കും. പക്ഷേ കിട്ടുമല്ലേ എന്നുള്ളത് കണ്ടറിയണം. ഇനി ഒരു ചൈനീസ് വ്ലോഗാകാം. ഇവിടെ പിന്നെ എന്താ ഐറ്റംസ്? ഓൾവേസ് ബി റെസ്പോൺസിബിൾ. ഓക്കെ, നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുക എപ്പോഴും. ഓനേതായാലും കഴിക്കുന്നുണ്ട്, ഒരു സാധനവും പറ്റാത്ത ഒരാളേതായാലും. ഇതെങ്ങനെ പറ്റിയെന്ന് അറിയില്ല. ചൈനീസ് ഫുഡ്സും കുറേ ഉണ്ട് കേട്ടോ. ഉണ്ടോ ചൈനീസിൽ? ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ട് ബാഗുകൾ, ചൈനീസ് വാച്ചുകൾ, ഗ്ലാസ്സുകളുടെ ഒക്കെ ഒരു കണക്ഷൻ. ഇവിടെ ഒരു എന്താ പറയുക, ഫൺ ആക്ടിവിറ്റീസ്, റൈഡുകൾ, കാര്യങ്ങളൊക്കെ ആണ് അങ്ങോട്ട്. വാവ്, നാട്ടിലത്തെ പോലെ തന്നെ ഒരു ഫെസ്റ്റിവൽ മൂഡ് ഓണായി. ജപ്പാൻ ടോക്കിയോ ഫുഡ് ഇവിടെ ഉണ്ട്. അങ്ങോട്ട് തായ്ലാൻഡാണ്, തായ് ഫുഡ് കാര്യങ്ങളൊക്കെ. ഇത് ജപ്പാനീസ് ഫുഡുകൾ. പിന്നെ ജപ്പാൻ്റെ ഓരോ കൗണ്ടറുകൾ തന്നെ കേട്ടോ ഇവിടെ. അതുകൊണ്ട് അപ്പുറത്ത് കുറേ എസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ജപ്പാനീസ് ആളും ഉണ്ട്, പിന്നെ ബാക്കിയൊക്കെ ഫിലിപ്പീനികളും. ഇവിടെയുള്ള ബാക്കി കൗണ്ടറുകളുടെ ഒക്കെ അവസ്ഥ തന്നെ കേട്ടോ. ഒരു നാട്ടുകാരും ഉണ്ടാവും, ബാക്കി തായ്ലാൻഡിൽ ഏതായാലും ബാക്കി കുറച്ച് ഫിലിപ്പീനികളും ഉണ്ടാവും. നമ്മളെ മറ്റേ ഇറാനിലൊക്കെ കണ്ടില്ലേ. ഇവിടുന്ന് മോച്ച പോവാണ്. ട്രഡീഷണൽ ഐറ്റം, സ്പെഷ്യൽ ഐറ്റം. അപ്പോൾ ഏതായാലും വൈറ്റ് ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ ഓർഡർ ചെയ്യാൻ പോവാം. ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. എന്താ അവസ്ഥ? മോച്ചി ഡാംഗ്ലൂ എന്താണെന്നറിയില്ല. ഏതായാലും അതിലതിൻ്റെ സോസ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ കാണുന്നതാണോ ASMRോ അതിൽ കാണുന്നതാണോ? സെറ്റായി തോന്നുന്നു. ആന സെറ്റ്. ഇതാണ് ഐറ്റം. സാധനം കിട്ടി. അപ്പോൾ ഏതായാലും കഴിച്ചു നോക്കുക. പൈസ പോയി. മൈദക്കെട്ടിൻ്റെ മുകളിൽ മുത്താറിയ ശർക്കര കലക്കി പറഞ്ഞ മാതിരിണ്ട്. ഭ്രാന്ത് അല്ലാണ്ട് ഒരു വേഗം പൈസ വാങ്ങിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇല്ലേ ചിലപ്പോൾ പൈസ കൊടുക്കൂല. എന്താ അറിയില്ല. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. വാങ്ങിപ്പെട്ട് പ്രത്യേകിച്ച് കഴിക്കുന്ന ആളെന്താ പറയുന്നത് നോക്കാം. എന്താ അതേ സ്ട്രോബെറി മൂച്ചി കഴിഞ്ഞ് വെറുതെ പൈസ ഇട്ടാഞ്ഞല്ലാണ്ട്
എന്നതാണ് മൂച്ചി ഐറ്റംസ്. മൂച്ചി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച് പെട്ടതാണ്, അതുകൊണ്ട് വേണ്ട. പോരാ, പോയി ക്യാഷ് പോയി. എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഏതായാലും മെയിൻ ഫുഡ് തന്നെ. ഓ, ഒരാളിത് വലിയൊരു ബോൾ തന്നെ നടക്കുന്നു, ഏതാ അറിയില്ല. എന്തോ ജപ്പാനീസ് ഡാൻസ് നടക്കുന്നുണ്ട്. ജപ്പാനീസ് ഡാൻസ് ആണ്. ജപ്പാനീസ് എന്തോ ഹോട്ട് ഫുഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഹോട്ട് ഫുഡാണ്, മോപ്പ് വരുന്നുണ്ട്. എന്താന്ന് നോക്കിക്കാം. സ്ട്രോബെറി ആയതുകൊണ്ട് ഇവിടെ ഫുൾ സ്ട്രോബെറി കൊണ്ട് തന്നെ ഒരു പരിപാടി. പിന്നെ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഇപ്പൊ ഏതായാലും ഫുഡ് തന്നെയാണ്. ഫുഡ് കൗണ്ടറുകളിലാണ് എല്ലായിടത്തും തിരക്കൊക്കെ ഉള്ളത്. എന്തായാലും കയറുന്ന 2 സ്ഥലങ്ങളാ, തായ്ലാൻഡ്, കൊറിയ. അല്ലേ, തായ്ലാൻഡ് അല്ല, അതന്നെ മെയിൻ ഇവിടെ തന്നെയാണ്. ഏതായാലും നമുക്ക് അവിടെയും കൂടെയും കയറി വെക്കാം. ഇന്ന് ഇവിടെ ഷാറുഖ് ഖാൻ വരുന്നുണ്ട് എന്നാ, അതുകൊണ്ടാണ് ഇത്ര തിരക്ക് എന്ന് എനിക്ക് തോന്നുന്നത്. കയറി ചെല്ലുന്നതാണ് കൊറിയ. എനിക്ക് മാത്രമല്ല വേണ്ടിയുള്ളൂ. ഇവിടെ ബോസ്നിയൻ്റെ ഗ്രില്ല്, ബോസ്നിയൻ ഗ്രില്ല് ഉണ്ടാക്കുന്നത് ബോസ്നിയക്കാരാട്ടോ. ഇതൊരു ഓക്കെയാ. ഓരോന്നെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. ഐസ്ക്രീമിൻ്റെ ഒച്ചപ്പാടേക്കുന്നു. തുർക്കിയാണോ മിക്സിരിയാണോ അറിയില്ല, ഏതായാലും നല്ലോണം കളിപ്പിക്കുന്നുണ്ട്. നമ്മൾ തായ്ലാൻഡ് കയറി. തായ്ലാൻഡിൽ വന്നാൽ കഴിക്കേണ്ട സാധനം തായ്ലാൻഡുകാരുടെ സ്റ്റിക്കി മാംഗോ റൈസ്. അങ്ങനെ ഉണ്ട്. ഏതായാലും നമുക്ക് അങ്ങനെ കഴിച്ചു നോക്കാം. നമ്മുടെ സാധനം കിട്ടി, സ്റ്റിക്കി മാംഗോ റൈസ്. മാംഗോ സ്റ്റിക്കി റൈസാ. ഏതായാലും കഴിച്ചു നോക്കാൻ പോകണ്ടായിട്ട്. അപ്പോൾ നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു നോക്കാം. ഇതാണ് സംഭവം, തായ്ലാൻഡ് സ്പെഷ്യൽ. ഇതില്ല കഴിക്കാനുള്ള കുറച്ച് ഏതായാലും ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സാധനം ഇത് വെച്ചു. തേങ്ങാപ്പാല ജ്യൂസ് ആവാൻ വേണ്ടി തരാം. ഇങ്ങനെ കുറച്ച് സ്റ്റിക്കി റൈസ് എടുത്തത്. ഇത് ശരിക്കും സ്റ്റിക്ക് തന്നെ കേട്ടോ, ഒട്ടിക്ക് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പീസ് മാംഗോയും വെച്ചെടുക്കാം. വെയിറ്റ് ചെയ്യാതെ. ഓ, ഇത് സെറ്റ് താണു. വാവ്, ഇത് സക്സസ്. സ്റ്റിക്കി റൈസിന്റെ മെയിൻ ആള് സ്റ്റിക്കി റൈസ് കഴിച്ചു നോക്കാൻ പോവാണ്. ഒരു പീസ് മാംഗോ. വേണ്ട പറയോ? ടേസ്റ്റ് ഉണ്ട്. അതാട്ടോ ആദ്യമേ ടെസ്റ്റിലതാ ഞാൻ പറഞ്ഞ ടെസ്റ്റില. ആദ്യമേ ടെസ്റ്റില. ലൈറ്റ് കത്തും, ഡോസ് ഒക്കെ ഓപ്പൺ ആവും, ഡിക്കി ഓപ്പൺ ആവും. അതാണ് ആദ്യമേ ടെസ്റ്റില. ലൈറ്റ് വരും, ബോണറ്റ് ഓപ്പൺ ആവും. ബോണറ്റൊക്കെ ഓപ്പൺ ആക്കാൻ നേക്കുണ്ടെന്ന് തോന്നുന്നു. തായ്ലാൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്കി മാംഗോ റൈസ് മറന്നോണ്ടോ, പൊളിസാണ്. സ്റ്റിക്കി മാംഗോ റൈസ് ഒക്കെ അടിച്ചിട്ട് തായ്ലാൻഡിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ ഫുൾ ഫെസ്റ്റിവൽ മൂഡാണ്. നോക്കി, ഫുള്ളി ഓണാണ്. ഓരോ പ്രോഗ്രാമുകളും ആക്ടിവിറ്റീസും ഫൺ റൈഡുകളും ഒക്കെ കൂടി കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് കേട്ടോ റൈഡുകൾ, ഒരുപാട് റൈഡുകളുണ്ട്. ഹായ് ഫ്രൂട്ട്സ്, ഹോട്ട് ചിക്കന്, ഫുഡ് തന്നെ മെയിന്. കുട്ടികൾക്കുള്ള സംഭവം കേട്ടത്. കൺസ്ട്രക്ഷൻ സൈറ്റ് പോലെ, അതായത് കുട്ടികൾക്ക് വേണമെങ്കിൽ JCB അറിയില്ലേ, അങ്ങനത്തെ കുട്ടികൾക്ക് JCB വെച്ച് തന്നെ മാന്ത. ഏതാലേ ഓരൊക്കെ സമ്മതിക്കണോ പഠിക്കാകട്ടെ. അതില് കണ്ടില്ലേ SRK വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു വന്ന് പോയിന്ന്. ണ്ടോ അതിലൊക്കെ കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. ചെറിയൊരു ഞാറ്റൽ മഴ പെയ്യുന്നുണ്ടോ എന്ന് സംശയം. പേടിച്ച് മൂത്രമൊഴിക്കുന്നതായിട്ടേക്കും. ഷോപ്പുകളെല്ലാം തോന്നുന്നത്. കാരണം നമ്മൾ അറിയുന്ന ഒരാൾക്ക് അവിടെ ലോക്കൽ ബർഗർ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്നും കാണുന്നില്ല. ബനാന ഒരാളിൽ മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഇറാഖ്
ഇറാഖിലും കയറിയിട്ട് വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് എന്നെ കയറുന്നില്ല. ഇല്ലാന്നല്ല കേട്ടോ, നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ കയറാന്നുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു പവലിയനുകളെ അടി തന്നെയാണ്, ഒരു ലോഡ് പവലിയനുകൾ. ആ യമൻ്റെ അടുത്ത് നിന്നാട്ടോ സ്മോക്ക് വരുന്നത്. അവിടെ എന്തോ ഒരു ഗ്രിൽ സാൻഡ്വിച്ച് പരിപാടി ഉണ്ട്. ഇതിലൊരു എന്താ പറയുക, ഒരു അറബിക് സാൻഡ്വിച്ചിൻ്റെ സ്മെല്ലാണ്. ഓ, ആ ഒരു ഫീലാണ് പൊളി. പക്ഷെ നല്ല റേറ്റ് ആട്ടോ, 40 റുപ്യ. നമ്മൾ 10-20 കൊടുക്കേണ്ട സാധനത്തിന് 40 റുപ്യ അങ്ങനെയൊക്കെയാണുള്ളത്. എന്നാൽ പല സാധനങ്ങളും കറക്റ്റ് ലോക്കൽ ആൾക്കാർ തന്നെ ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ എക്സ്പെൻസും ഉണ്ടാവും. ഒന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടുന്ന് ബാങ്കോക്ക് സ്റ്റൈൽ ഗ്രിൽ മസിൽസ് കഴിച്ചിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായി. സാധനം ഈ പ്രാവശ്യം പോയി നോക്കിയിട്ട് അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കണം, ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താ പറയുക നാവുമലുണ്ട്, അതുകൊണ്ട് അത് തപ്പി വന്നതാണ്. ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓ, അതാ വീണ വണ്ടികൾക്കൊക്കെ പോവാം. വാവ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ ഇങ്ങനെ സൈഡ് കണ്ടിട്ട് ബോട്ടിങ്ങിലും പോവാം. എൻ്റെ സൈഡിലൊക്കെ സീറ്റിങ്ങും ആൾക്കാർ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് തന്നെ ചെറിയൊരു കാറ്റുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നാച്ചുറൽ വെള്ളം പോലെ തോന്നും. പിന്നെ ഇതിൻ്റെ അടിയിൽ ഈ ലൈറ്റ് കൊടുത്തില്ലേ, അത് നല്ല രസമുണ്ട് കേട്ടോ, അതുകൊണ്ട് അത് കാണാൻ നല്ല രസമുണ്ട്. ലൈറ്റ്നിങ്ങും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിൽ വാട്ടർ ഷോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വാട്ടർ ഷോ, ആ ഡ്രാഗൺ കണ്ടില്ലേ, ഡ്രാഗൺ തീ തുപ്പിയ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വന്നിരുന്നു, സോങ് ഇട്ടായിട്ട്. ഗ്രാൻഡ് ധാബ, നമ്മളെ പഞ്ചാബി ധാബ അല്ലേ അത്. പഞ്ചാബി ഐറ്റംസ് ഫുഡുകൾ, ഡൈനിങ് ഏരിയ, ഒരുപാട് ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ധാബകൾ നിങ്ങൾക്ക് ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യക്ക് പോകണം. ശരിക്കും ഒരു മണാലി ട്രിപ്പിനൊക്കെ പോയാൽ നിങ്ങൾക്ക് അറിയാം, ഭക്ഷണം കഴിക്കണ ഒരു ധാബയൊക്കെ കയറണം. എന്നാലേ ഏകദേശം കുറച്ചൊരു വൃത്തി നീറ്റ് ആൻഡ് ക്ലീനൊക്കെ ഫുഡ് കിട്ടണമെങ്കിൽ ധാബയിൽ തന്നെ കയറണം. അതാണ് ധാബ. അപ്പോൾ പഞ്ചായത്തുകൾ ഇരുന്ന് കഴിക്കുന്ന സ്ഥലത്തിന് പറയുന്നതാണ്. ഇപ്പോൾ പരിപാടി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടാണ് SRK വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അവിടേക്ക് നല്ല തിരക്കുണ്ട്. നമ്മളെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് ഇറങ്ങാം. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഈ സൈഡിലൊക്കെ സീറ്റായിരുന്നു, ഇപ്പോൾ സീറ്റല്ല. മുന്നോട്ട് പോയിട്ടാണോ എന്നുള്ള അറിയില്ല കേട്ടോ. ഏതായാലും പോയി നോക്കാം. നമുക്ക് ബാങ്കോക്ക് സ്റ്റൈൽ ഗ്രിൽ മസിൽസ് ആണോ വേണ്ടി, ഇവിടെ ഓരോ ഐറ്റംസ് ആണ് കണ്ടില്ലേ, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഫുള്ളി ഓണാണ്, എല്ലാവരും നല്ല കുക്കിങ്ങിലാണ്. അതാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നല്ല തിരക്കാണ്, അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം നമുക്ക്. ഇവിടെ ഉണ്ട്, ഇവിടെ നടന്നോണ്ട് ഇതാണ് തീ തൊക്കുന്നുണ്ടല്ലോ. ഇതാണ് മെനു, ബാങ്കോക്ക് ഗ്രിൽ മസിൽസ്. മസിൽസ് ഒക്കെ നമ്മളെ സാധനം അതും വാ കഴിക്കാം. ഇതാണ് സാധനം, ബാങ്കോക്ക് സ്റ്റൈൽ ഗ്രിൽ മസിൽസ്. കഴിഞ്ഞ വർഷം കഴിച്ച് ഈ വർഷം കഴിക്കാൻ വേണ്ടി വന്ന സാധനമാണ്. നല്ല ചൂടാണ്, കഴിച്ചു. പൊളി സാധനം പറഞ്ഞാൽ പൊളി സാധനം, ഒരു രക്ഷയില്ല. ഇതെന്തായാലും മസ്റ്റായിട്ട് കഴിക്കേണ്ട സാധനമാണ്, ബാങ്കോക്ക് സ്റ്റൈൽ ഗ്രിൽ മസിൽസ്. സാധനത്തിനാണ് കേട്ടോ ഇത്ര ടേസ്റ്റ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോദിച്ചു വാങ്ങി. ഒരു രക്ഷയില്ല, സാധനം തീർന്നു. അതിന് ഒരു പീസ് കൂടിയേ ഉള്ളൂ. ഫസ്റ്റ് എൻ്റെ ഒരു പീസ് കൂടിയേ ഉള്ളൂ. കഴിച്ചോളൂ. ഇതാണോ ഓഫാക്കണോ? പൊളി സാധനം. സ്റ്റൈൽ ഗ്രിൽ മസിൽസ് കഴിച്ചതായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് ഇത്. ഈ താജ്മഹൽ ബുഖൂർ അൽദാർ എന്ന് പറഞ്ഞാണ് തുർക്കിനെ നേരെ പുറത്ത് എന്തോ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്നു പോകാൻ പറ്റിയത്. നമുക്ക് ഏതായാലും തുർക്കിയിൽ കയറിയിട്ട് ഒന്നായിട്ട് ഇറങ്ങി. തുർക്കി കയറി വരുന്നത് തന്നെ തുർക്കിഷ് ഐസ്ക്രീം, പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങോട്ട്. തുർക്കിൻ്റെതായ കുറേ ഐറ്റംസ് കാര്യങ്ങൾ, എന്നാലും കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണ് തുർക്കിയിൽ. തുർക്കിയിലും അതേപോലത്തെ സാധനങ്ങളൊക്കെ ആണുള്ളത്. ഏതായാലും തുർക്കിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. ബിസിനസ് സാധ്യതയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ഒരു 25 ദിർഹംസ് വെച്ചിട്ട് 10-15,000 ആൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ തന്നെ ഏകദേശം എത്ര ലക്ഷം ദിർഹംസായി. അത് വെറുതെ കയറുന്നത്, പിന്നെ സാധനങ്ങൾ വാങ്ങുന്നതും ഓലോട് വാങ്ങുന്ന റെൻറ്റും
അതൊക്കെ വേറെ ഉണ്ടാവും. അതാണ് ബിസിനസ്. കഴിഞ്ഞു. ഇവിടെ ഈജിപ്ത്, മിസ്ർ കഴിഞ്ഞു. മൊറോക്കോ എന്നതിന് പണ്ട് നമുക്ക് അക്കർഫാസി ആ വീഡിയോ ഇട്ടിട്ട് കുറേ ആൾക്കാർ വാങ്ങി തരുമോ കൊണ്ടുതരുമോ ഒക്കെ ചോദിച്ച സാധനമായിരുന്നു. മൊറോക്കൻ അക്കർഫാസി ഉണ്ടോ നോക്കാം, ഇപ്രാവശ്യം ഉണ്ടോ നോക്കി നോക്കാം. ഇവിടെ ഉണ്ട് കേട്ടോ. ആ മൊറോക്കോയിലേക്ക് കയറി വരുന്നത് തന്നെ അതേ പെണ്ണുങ്ങൾ തന്നെ അപ്പേ ഉള്ളൂ. മൊറോക്കൻ അക്കർഫാസി ഇവിടെ ചോദിച്ചാൽ കിട്ടും. കരകൗശല വസ്തുക്കളും ഡ്രസ്സുകളും ഒക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഫുഡുകളും ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉള്ള ഫുഡുകളും. മൊറോക്കൻ ടീയും ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടോ. പക്ഷേ മൊറോക്കോക്കാർ മൊത്തത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര മടിയന്മാരാണ്. ഒരു മാഹിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മളെ ഹിച്ചക്കിൻ നൊമാദില്ല മാഹിനോൻ്റെ വീഡിയോയിലുണ്ട്. ഓല് ചെറിയൊരു സാധനം വെച്ചിട്ട് കൂജ വെച്ചിട്ട് എല്ലാ സാധനം കൂടി വെച്ചിട്ട് അവിടെ വേവിച്ചിട്ട് ചെയ്യുക. അതോടുകൂടി കഴിഞ്ഞെന്ന്. ഈ കൂജ കാണിച്ചു. ഈ കൂജ വെച്ചിട്ട് നേരെ ഇങ്ങോട്ടാക്കുക ചെയ്യുക. ഫുഡ് വേവുകയും ചെയ്യും, കഴിക്കാനുള്ള സെറ്റപ്പ് അല്ലേ, നേരെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അധികം മസാലകൾ നമ്മളെ പോലെ ആദ്യം ഉള്ളി വാട്ടി ഇതാക്കി ഇറച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. എല്ലാം കൂടി ഇവിടെ ഒറ്റ തിളപ്പിക്കൽ. പിന്നെ നമ്മൾ കറങ്ങിയത് നമ്മളെ അൽ ഹിന്ദിൻ്റെ അടുത്ത് തന്നെ എത്തി. മൊത്തത്തിലൊരു പച്ചമയ കേട്ടോ, സൗദി അറേബ്യ. ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗ്ലോബൽ വില്ലേജ് പ്രാവശ്യത്തെ കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.